ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖൈത്താക്കാലത്തിൻ്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം വായന നിയമാവർത്തനം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. നിയമാവർത്തനത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ ഈ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽക്കാർ അവരുടെ മരുഭൂമിയിലുള്ള പ്രയാണമെല്ലാം ഏതാണ്ട് അവസാനിപ്പിച്ച് മോവാബ് ദേശത്തിൻ്റെ അടുത്തുള്ള യോർദാന് കിഴക്ക് ഭാഗത്തുള്ള താഴ്വാരത്തിൽ പാളയമടിച്ചു. മോശ മരിക്കാറായി. അതിനു മുമ്പായിട്ട് അതുവരെയും ദൈവം പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി യഹൂദജന ഇസ്രായേലിന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഈ മരുഭൂമിയിലൂടെ അവർ വരുമ്പോൾ ദൈവം പറഞ്ഞനുസരിച്ച് അവസാനം അവർ ഒരു ശിക്ഷ എന്നോണം 40 വർഷം അലഞ്ഞു തിരിയേണ്ടി വന്നു. അപ്പോൾ ഈ 40 വർഷം കൊണ്ട് അവിടുന്ന് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, ഈ മോശയും യോശുവായും കാലേബും ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ അവസ്ഥയിൽ മരുഭൂമിയിൽ വെച്ച് ജനിച്ചവരും അവിടെ നിന്ന് പോന്നപ്പോൾ കുട്ടികളായിരുന്നവർക്കും ഒന്നും കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങൾ അധികം അറിയത്തില്ല. അതുകൊണ്ട് മോശ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് നിയമാവർത്തനം എന്നുള്ള പേര് തന്നെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ മോശ പറയുന്നത് എന്താണ്? ഞാൻ മരിക്കാൻ പോവുകയാണ്. ദൈവം പറഞ്ഞിട്ട് ഞാൻ അക്കരെ നിങ്ങളോടൊപ്പം പ്രവേശിക്കില്ലെന്ന്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. പറയുകയാണ് മോശ, നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്ത് അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. നമുക്കറിയാം, ഈശോ നമ്മളിൽ നിന്ന് ഉദ്ധാനം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയപ്പോഴും നമുക്ക് നൽകിയ കൽപ്പന ഇതൊക്കെ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 28:20, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ലോകത്തുള്ള എല്ലാവരെയും പോയി അത് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. ഇത് തന്നെയാണ് മോശയോടും ദൈവം പറഞ്ഞത്. ഞാൻ നിനക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ജനതയെ പഠിപ്പിക്കുക. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാനിന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണിവ. ആകയാൽ ഇസ്രായേലെ കേൾക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലുകളിന്മേലും പടിവാതിലിന്മേലും എഴുതണം. എത്ര കൃത്യമായിട്ടാണ് മോശ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന നോക്കുക. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ആ നാട്ടിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കണം. അതുപോലെ എന്താണ് ഞാൻ പറയുകയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? ആദ്യം തന്നെ കർത്താവായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ വേറെ ദേവന്മാരുടെ പിന്നാലെ പോകരുത്. ദേവന്മാർ കേവലം വിഗ്രഹങ്ങൾ മാത്രമല്ല, അത് മക്കളും ജോലിയും പണവും വീടും കാറുമൊക്കെ വിഗ്രഹമായി മാറാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനം ഇതിനെല്ലാം മുകളിലായിരിക്കണം. അപ്പോഴോർക്കുക, ട്യൂഷനുണ്ടെന്ന് പറഞ്ഞ് എൻട്രൻസ് കോച്ചിങ് ഉണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ദിവസത്തെ നമുക്ക് അവമാനിക്കാനായിട്ട് സാധ്യമല്ല. അത് ചെയ്തതാണ് ഈ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. ആദ്യത്തെ ചിന്ത നമ്മുടെ മനസ്സിൽ വരേണ്ടത് ദൈവമേ എന്നുള്ള ചിന്തയാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുപോലെ ഈ വചനങ്ങൾ, നിങ്ങളോട് പറയുന്ന വചനം, 1 ഹൃദയത്തിലുണ്ടായിരിക്കണം. 2 അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഹൃദയത്തിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ കേവലം അവിടെ ഒരു പുസ്തകം വെച്ചിരിക്കുന്ന പോലെ വെക്കുക എന്നല്ല. അതിലുപരി ഹൃദയത്തിലുള്ളതാണ് നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും. ആ രീതി പ്രതികരിക്കുന്ന രീതിയൊക്കെ ആ ഹൃദയത്തിൻ്റെ ഒരു ആ ചൈതന്യം അനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് എൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം അതിനനുസരിച്ചായിരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. എന്നിട്ട് പറയുകയാണ്, അവ ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇത് വലിയൊരു ചോദ്യമല്ലേ? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ചോ?
ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പഠിപ്പിച്ചോ? ഈ ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം ഓരോ ദിവസവും. അത് പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ വലിയൊരു തെറ്റാണ് ചെയ്തത്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്ത ആ തെറ്റ്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകുന്നതിൽ വല്ല അതിശയമുണ്ടോ? ഒന്നുമില്ല. മക്കളോട് ഒന്നും പറഞ്ഞു കൊടുക്കാതെ തീയെക്കുറിച്ച് കൊച്ചുങ്ങളോട് നമ്മൾ പറയുക പൊള്ളും, കൈ വെക്കരുത് അതിനകത്ത്. നമ്മളൊന്നും പറയുന്നില്ല, കൊച്ചു കൈ കൊണ്ട് പോവുകയാണ്, അതുകൊണ്ടുപോയി വെക്കുന്നു, കൈ വെക്കുന്നു, പൊള്ളുന്നു. എന്നിട്ട് കൊച്ചവിടെ കിടന്ന് കരയുന്നു. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. ആ കുട്ടി അവിടെ തീക്കകത്ത് ഈ കൈ കൊണ്ട് പോകുമ്പോൾ മോളെ അത് ചെയ്യുക, അത് പൊള്ളു എന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളാണെങ്കിൽ അതിനെ പിടിച്ചു മാറ്റണം. ഇത് നമ്മൾ ചെയ്തില്ല. ഇതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ, ജാഗരൂകതയോടെ പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ അവർ ഈ തെറ്റിലകപ്പെടും. കാരണം കർത്താവിൻ്റെ വഴികളാണ് നന്മയിലേക്ക് അവരെ നയിക്കുന്നത്. അതുപോലെ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. വീട്ടിലായിരിക്കുമ്പോൾ അവരോടിത് പറയണം, മക്കളെ ഇങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. യാത്ര ചെയ്യുമ്പോൾ പറയണം, വണ്ടിയിലൊക്കെ കയറും, മക്കളെ ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ കിടക്കുമ്പോൾ നമ്മൾ കിടക്കാൻ പോകും മക്കളോട് പറയും, മക്കളെ ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. ഈ 10 പ്രമാണങ്ങളെക്കുറിച്ചല്ല ഈ പറയുന്നത്. ദൈവം പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളമാണുള്ളത്, 10 പ്രമാണത്തിൽ മാത്രമല്ല. അങ്ങനെ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. പിന്നെ പറയണം, അവ നിങ്ങളുടെ കയ്യിൽ ഒരടയാളമായിട്ട് കെട്ടണം. ഇപ്പോൾ കയ്യിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ എല്ലാവരും കെട്ടിക്കൊണ്ട് നടക്കുന്നത് കാണാം. അപ്പോൾ അതിന് പകരമായിട്ട് എന്താണ്, നമ്മളെ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ വേണം. ചിലരൊക്കെ കൊന്തയൊക്കെ കയ്യിലിടാറുണ്ട്, ചിലർ വേറെ വല്ലതുമായിരിക്കും, ഒരു കാശുരൂപമായിരിക്കും. അതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെ അനുസ്മരിപ്പ്. പക്ഷേ അത് കേവലം ഒരു ചിത്രത്തിൻ്റെ രൂപത്തിലിടണമെന്നല്ല പറയുന്നത്. കൈത്തണ്ടയിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഞാൻ കൈ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്നെ അതിന് ഒരു തെറ്റായ കാര്യമാണെങ്കിൽ തടഞ്ഞു നിർത്തുന്നത് ഈ വചനമായിരിക്കണമെന്നാണ് ഈ പറഞ്ഞു വന്നത്. അതാണ് കയ്യിൽ വേണമെന്ന് പറഞ്ഞത്. പിന്നെ അടയാളമായിട്ട് നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. നെറ്റിത്തടത്തിൽ പട്ടമായിട്ട് അണിയണം. അതായത് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, ബാക്കിയുള്ളവർക്കും തോന്നണം ഈ വ്യക്തി ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന്. അതാണ് നെറ്റിത്തടത്തിൽ എല്ലാവർക്കും കാണാൻ എഴുതി വെച്ചിരിക്കുന്നത്. വീണ്ടും അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. നിങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വചനത്തിന് നമ്മളിൽ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുക. അപ്പോൾ മാത്രമേ അത് ഫലദായകമായി തീരുകയുള്ളൂ. കാരണം എന്നെങ്കിലും ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ എന്നർത്ഥം. എല്ലാ ദിവസവും എല്ലാ നിമിഷവും വായിക്കുകയും അത് ഹൃദയസ്ഥമാക്കി നമ്മുടെ ജീവിത പ്രമാണമാവുകയും ചെയ്യണം. രണ്ടാമത്തെ വായന 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ കർത്താവിൻ്റെ വാത്സല്യഭാജനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. ഈശോ മിശിഹായുടെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടെ നിങ്ങളെ വിളിച്ചു. നമ്മൾ പറയുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് മറ്റുള്ളവരെ ദൈവം വിളിക്കുന്നത് ഈശോ മിശിഹായിലേക്ക്. ഈശോ മിശിഹായുമായിട്ട് ഒന്ന് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആ മഹത്വീകൃതമായ അവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ പ്രതികരണങ്ങളിലൂടെയൊക്കെയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്. കാരണം അത് കണ്ടിട്ടാണ് അവർ ഇയാൾ യഥാർത്ഥത്തിൽ ഈശോയുടെ ഒരു ശിഷ്യയാണ്. അപ്പോൾ അത് ശരിയായിരിക്കും. അങ്ങനെ നമ്മളെ കണ്ടിട്ട് അവർക്കത് മനസ്സിലാക്കാൻ പറ്റണം. അതിനാൽ ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുവിൻ. നമുക്കറിയാം എന്താണ് ഈ കത്ത് മുഖേനയും വചനം മുഖേനയും. നമ്മൾ പറയും ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മാത്രമല്ല. യോഹന്നാൻ തന്നെ പറയുന്നത് എന്താണ്, ഈശോ പറഞ്ഞതും ചെയ്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. അത് എഴുതിയത് തന്നെ എന്തിനാണ്? അവിടുന്ന് ഈശോ മിശിഹായാണെന്ന്, ദൈവം അയച്ച രക്ഷകനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള സകല പുസ്തകവും മതിയാകുകയില്ലായിരുന്നു. അതുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ വചനം മുഖേനയും കത്ത് മുഖാന്തരവും എന്ന് പറഞ്ഞ് നേരിട്ട് പൗലോസിലെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കത്തിലില്ലല്ലോ.
പത്രോസും പൗലോസും മത്തായി ലൂക്കായും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കത്തിലില്ല. അത് കേട്ട മനുഷ്യർക്കറിയാം. അവരത് ഓർത്തിരിക്കുക മാത്രമല്ല, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഇത് രണ്ടും വേണം. നമ്മൾ ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതാ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ കാലാകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ എന്താണ്, ഓക്കെ പെരുന്നാൾ വരുന്നു, പെരുന്നാളിന് സ്നേഹവിരുന്ന് കൊടുക്കുന്നു, അതൊരു പാരമ്പര്യമാണ് നമ്മൾ പറഞ്ഞിട്ട് അത് പാരമ്പര്യമല്ല. ആ പാരമ്പര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മൾ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇതുപോലെ ഈ ശ്ലീഹന്മാരിലൂടെ നമുക്ക് വാക്ക് മുഖാന്തരം പകർന്നു കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെയാണ് പാരമ്പര്യം എന്ന് വിളിക്കുന്നത്. ആ പാരമ്പര്യം മുഖാന്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണമെന്നാണ്. അതിൽ നിങ്ങൾ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. അതിനെ വിട്ടുകളയരുത്. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ മാതൃക, എന്നെ കണ്ടുപഠിക്കുക. നമ്മളാരും പൗലോസിനെ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ തലമുറയൊക്കെ പൗലോസിനെ കണ്ടിട്ടുണ്ട്. അവർ അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ എങ്ങനെ പൗലോസ് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും? ഈശോയെ കണ്ട ശിഷ്യന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം പിന്നത്തെ തലമുറയിലേക്ക് അവർ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഈശോ ആരാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ പ്രത്യേക കോണ്ടക്സ്റ്റിലാണ്, ഓരോ സാഹചര്യത്തിലാണ്. ആ സാഹചര്യം എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കണ്ടേ? അതിന്നത്തെ വലിയ പണ്ഡിതന്മാരൊക്കെ ചെയ്യേണ്ടതാണ്. ഒരു വാക്കിനെക്കുറിച്ചുള്ള അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മാത്രമല്ല, ഈശോ പറഞ്ഞ ഓരോ കാര്യവും ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, ആരോടാണ് പറഞ്ഞത്, അപ്പോഴൊക്കെയാണ് നമുക്കതിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവൃത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ചുരുക്കത്തിൽ ഇതൊക്കെ നമുക്ക് പൂർവികരെന്ന് പറഞ്ഞു കിട്ടുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഹൃദയത്തിൽ ആശ്വാസം കണ്ടെത്താനും സൽപ്രവൃത്തികളിലും സദ്വചനങ്ങളിലും ശക്തിപ്പെടാനൊക്കെ കഴിയുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഉദാഹരണം നമ്മുടെ പള്ളി പ്രദേശങ്ങൾ എന്താ അത്, അതിനൊരു വലിയൊരു സന്ദേശം അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ നമ്മളാരത് പറയാറില്ല. അത് നമ്മളിപ്പോൾ ഒരു സാംസ്കാരിക ഘോഷയാത്ര പോലെ കരുതുന്നത്. അങ്ങനെയല്ല. അതിന് വളരെ ആഴത്തിലുള്ള ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സഭാജീവിതത്തിലുണ്ട്. അതെല്ലാം പറഞ്ഞ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സുവിശേഷ പ്രഘോഷണം കൊണ്ട് നമ്മളിൽ ഫലമുണ്ടാകുന്നത്. സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈ സ്വർഗരാജ്യം ഏതിനോടാണ് ഉപമിക്കപ്പെട്ടിരിക്കുന്നത്? സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവനത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റത് വാങ്ങുന്നു. സ്വർഗരാജ്യം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. പലതരത്തിലുള്ള ഈ സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളുണ്ട്. ഇതെല്ലാം പറഞ്ഞു വരുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഈ സ്വർഗരാജ്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനും നമ്മൾ പ്രാധാന്യം കൊടുക്കില്ല എന്നുള്ളതാണ്. പക്ഷേ സ്വർഗരാജ്യം എന്താണെന്നുള്ളതാണ്. സ്വർഗരാജ്യം എന്താണെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും നമ്മുടെ മരണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്. അത് പരമ്പരാഗതമായിട്ട് അങ്ങനെ ആയിപ്പോയി. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്ന സ്ഥലം, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ആളുകളുള്ളിടം. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം ഇവിടെ നിറവേറണം. അങ്ങനെ ഈ സ്വർഗരാജ്യം നമ്മൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ക്രൈസ്തവരായിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവ് വന്ന് മരിച്ച് പീഡകളൊക്കെ സഹിച്ച് ഉത്ഥാനം ചെയ്ത് നമ്മളെ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കിയത്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈശോയുടെ ഈ സമൂഹത്തിലാണ് ഈ സ്വർഗരാജ്യം കണ്ടെത്തുന്നത്. അതിന് ശേഷം ഓരോരുത്തരും നമ്മൾ മരണശേഷം അതിൻ്റെ നിത്യതയിലേക്കാണ് കിടക്കുക. ദൈവത്തോട് കൂടിയിരിക്കുന്ന അവസ്ഥ, ആ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ സ്വർഗത്തിൽ അതാണ്. അവൾ ഭൂമിയിൽ തീർച്ചയായിട്ടും ഇതിനൊരു അന്ത്യമുണ്ടെങ്കിലും നിത്യമല്ലാത്ത ഈ അവസ്ഥ അതും സ്വർഗരാജ്യമാകും. അതുകൊണ്ട് ഇപ്രകാരമൊക്കെ ഈ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ വഴികൾക്കും പ്രാധാന്യം കൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ സ്വർഗരാജ്യം കണ്ടെത്തുന്നവരും. അങ്ങനെ കണ്ടെത്തുന്നവരാണ് എല്ലാം ഉപേക്ഷിച്ച് അതിനെ സ്വീകരിക്കാനായിട്ട് വാങ്ങാനായിട്ട് പരിശ്രമിക്കുന്നത്. ഈ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാവർക്കും. അങ്ങനെ ആ ദൈവരാജ്യത്തിൽ അംഗങ്ങളായി കഴിയുമ്പോൾ വലിയ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകും. എല്ലാവർക്കും അത്തരത്തിലുള്ള സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങളാകാനും ബാക്കിയുള്ളവരാക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.